Welcome back to my channel, Inlife. My name is Sayouj. നമ്മൾ ഇന്നൊരു ചിക്കൻ കറി റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കോവിഡ് സമയമായതുകൊണ്ട് അങ്ങനെ പുറത്തു പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കുറേ കുക്കിംഗ് വീഡിയോസും അൺബോക്സിങ് വീഡിയോസും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ പ്ലാൻ ആയിട്ടുണ്ടായിരുന്നു, കുറേ ട്രാവൽ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യണമെന്നൊക്കെ കുറേ പ്ലാൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കോവിഡ് ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഇപ്പം പിന്നെ വീഡിയോസെല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളും എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, എല്ലാ കോവിഡ് റൂൾസ് എല്ലാം പാലിക്കുക. അപ്പം എല്ലാവരും സേഫ്റ്റി ആണല്ലോ മുഖ്യം. അപ്പോൾ ഫാമിലീനെ എല്ലാം നോക്കേണ്ടത് നമ്മളെ കടമയാണ്. അതുകൊണ്ട് പിന്നെ സേഫായിട്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്കിപ്പം പോയിട്ട് നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന ചിക്കൻ കറിയുടെ റെസിപ്പീസും ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഇൻഗ്രീഡിയൻസിനായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം ഇപ്പം എന്തൊക്കെയാണ്. സവാള, തേങ്ങാപ്പാല്, തക്കാളി ചെറുതായിട്ട് മുറിച്ചത്, ഒരു 4 ഗ്രീൻ ചില്ലി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ മസാല, കശ്മീരി ചില്ലി, സാധാരണ ചില്ലി പൗഡർ, ടെർമറിക്. ഇതൊക്കെ ആവശ്യത്തിനാണ്, ഇത് ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് എടുത്തതല്ല. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു കെജിനെക്കാട്ടും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ചിക്കൻ. ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ മാരിനേറ്റ് ചെയ്തത് റെഡിയായി. നമ്മളിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ഫ്രൈങ് പാനിട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു സൈഡ് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, മറക്കെടുക്കുന്നുണ്ട്. നന്നായിട്ട് സൈഡൊന്ന് വന്നിട്ടുണ്ട്. ഷാലോ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സവാള ഒന്ന് വറുത്തെടുക്കാം. നല്ലോണം ചൂടായ എണ്ണയിൽ സവാള വെക്കണം. സവാള വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇടാം. ഇനി നമുക്ക് ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്. ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിൻ്റെ അകത്ത് 4 അരിഞ്ഞ പച്ചമുളകാണുള്ളത്. അടുത്തതായി കുറച്ച് ചിക്കൻ മസാല,
2 സ്പൂൺ കശ്മീരി ചില്ലി, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ സ്മെല്ലുള്ള പോകുന്ന വരെ. അടുത്തതായി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുത്തു വെച്ചതുണ്ട്. ഫസ്റ്റ് പാലാണ് ഇത്. നല്ലോണം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുരുമുളക് ഇതിനൊന്ന് വെതറി കൊടുക്കണം, പുറത്ത് മാത്രമായിട്ട്. കുറച്ച് നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചിക്കന് മാത്രമല്ല ഉപ്പ് ചേർത്തുള്ളൂ. അതുകൊണ്ട് ഇതിനോട് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പ് അധികമായിട്ടുണ്ടാവും. കുറച്ച് സ്പൈസ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഗരം മസാല ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിനകത്ത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നമുക്കത് തുറന്നു നോക്കാം. 2 മിനിറ്റായി. നമ്മൾ ഈ ചിക്കൻ കറി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. ചിക്കൻ കറി റെഡിയായി. നമുക്കിതിനൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഈ ചിക്കൻ കറി വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നമ്മളോട് കമൻറ്റ് സെക്ഷനിൽ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളിനി കുറച്ച് കാലത്തേക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കും, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കും കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ടാവുക, കുക്കിംഗ്. ഇനി കുറച്ച് മുന്നോട്ട് നമ്മൾ കുറേ അൺബോക്സിങ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും പിന്നെ സേഫായിട്ട് നിൽക്കുക. ഇപ്പോൾ കോവിഡിൻ്റെ സമയമാണല്ലോ, അതുകൊണ്ട് എത്രയും നമ്മൾ സേഫായിട്ടിരിക്കുന്നതൊക്കെ നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വീഡിയോസും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.